ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടവർ ഓഫ് ഹോനോയ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 3 ഡിസ്കുകൾ 3 പെഗുകൾ തന്നിട്ടുണ്ട് നമുക്കവിടെ. എക്സ് കോമ വൈ കോമ ഇസഡ് എന്നുള്ള 3 പെഗുകൾ തന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്നുള്ള പെഗിൽ n ഡിസ്കുകൾ ഇട്ടിട്ടുണ്ട്. ഈ n ഡിസ്കുകളെയും നമുക്ക് ഇസഡ് എന്ന പെഗിലേക്ക് മാറ്റണം. അതിന് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ ടൈം ഓരോ ഡിസ്കുകളെ മാത്രമേ നമ്മൾ ഇതിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ സ്മോളർ ഡിസ്കിൻ്റെ മുകളിൽ ബിഗ്ഗർ ഡിസ്ക് വെക്കാൻ പാടില്ല. ഇതായിരുന്നു കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെ എത്ര മൂവ്സിലാണ് ഈ n ഡിസ്കുകളെയും ഇസഡ് എന്ന പെഗിലേക്ക് മാറ്റാൻ പറ്റുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് n1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ്. n1 ആവുമ്പോൾ, അപ്പോൾ അതിനു മുമ്പ് ആദ്യമേ നമ്മൾ bn എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു bn? നമ്പർ ഓഫ് മൂവ്സ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദീസ് n ഡിസ്ക്സ് ടു z. ഈ എല്ലാ n ഡിസ്കുകളെയും z-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മൂവ്സിൻ്റെ എണ്ണമാണ് bn എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ n1 ആവുമ്പോൾ എന്താ സംഭവിക്കുക? b1 എന്നുള്ളത് 1 തന്നെയായിരിക്കും. കാരണം ഒരു ഡിസ്കേ ഉള്ളൂ വെച്ചാൽ ആ ഒരു ഡിസ്കിനെ z-ലേക്ക് മാറ്റാനായിട്ട് ഒരു മൂവ് മാത്രമേ ആവശ്യമുള്ളൂ. ക്ലിയർലി n=1 ആണെങ്കിൽ b1=1 ആയിരിക്കും. ഓക്കെ, ഇനി n ≥ 2 ആകും സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എക്സിലുള്ള n-1 ഡിസ്കുകളെയും വൈയിലേക്ക് മാറ്റുന്ന ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതായത് എക്സിൽ ഒരു ഡിസ്കിനെ മാത്രം നിർത്തി ബാക്കി n-1 ഡിസ്കുകളെയും നമ്മൾ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഓർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ട സ്റ്റെപ്സിൻ്റെ എണ്ണം എത്രയാണ് വരിക? bn-1 ആയിരിക്കും വരിക തീർച്ചയായും. കാരണം എന്താ, ഇവിടെ n ഡിസ്കുകളാണെങ്കിൽ മാറ്റാനായിട്ട് n-1 മൂവ്സ് ആണ് വേണ്ടത്. അപ്പോൾ n-1 ഡിസ്കുകളെ വൈയിലേക്ക് മുഴുവനായും മാറ്റുന്നൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ n-1 ഡിസ്കുകളെ വൈയിലേക്ക് മാറ്റാനായിട്ട് എത്ര മൂവ്സ് ആണ് വേണ്ടി വരിക? bn-1 മൂവ്സ് ആണ് വേണ്ടി വരിക. ഓക്കെ, അങ്ങനെ അത് മാറ്റി. പിന്നെ ബാക്കി ഒരെണ്ണം എവിടെ കിടക്കുന്നുണ്ട്? ഒരെണ്ണം ആദ്യം n-1 എണ്ണത്തിന് മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഒരെണ്ണം z-ലേക്ക് മാറ്റാനായിട്ട് എത്ര സ്റ്റെപ്സാണ് വേണ്ടി വരിക? ഒരു മൂവാണ് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ വൈയിലാണ് ഇപ്പോൾ എന്ത് കിടക്കുന്നത്? ബാക്കി n-1 എണ്ണം കിടക്കുന്നത്. ബാക്കി n-1 എണ്ണം എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? വൈയിലാണ് കിടക്കുന്നത്. ഒരെണ്ണം എവിടെയാണ് കിടക്കുന്നത്? z-ലാണ് കിടക്കുന്നത്. ഇനി ഈ n-1 എണ്ണത്തിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? z-ലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള മൂവ്സിൻ്റെ എണ്ണം എത്രയാണ് വരിക? bn-1. അപ്പോൾ ടോട്ടൽ മൂവ്സ് എത്രയാണ് വരിക? 2 × bn-1 + 1 ആണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എഴുതാം? bn = ദറ്റ് ഈസ് നമ്പർ ഓഫ് മൂവ്സ് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ദീസ് n ഡിസ്ക്സ് ടു z = 1 when n = 1. n 1 ആകുമ്പോൾ തീർച്ചയായും അത് 1 തന്നെയായിരിക്കും. ഇനി n ≥ 2 × bn-1 + 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡിവിഷൻ അൽഗോരിതത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് എ ബി എനി ഇൻറ്റീജർ ആൻഡ് ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ദെൻ ദർ എക്സിസ്റ്റ് യുണീക്ക് ഇൻറ്റീജേഴ്സ് q and r such that a = b × q + r where 0 < or r <b. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിസൾട്ട് തന്നെയാണ്. a എന്നുള്ളത് ഏത് ഇൻറ്റീജർ വേണമെങ്കിലും ആകാം. b എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. b × q + r where r varies between 0 and b. ഇതിപ്പോൾ നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, ഇപ്പോൾ നമ്മൾ 7 എന്നുള്ളൊരു നമ്പറിനെ 3 എന്നുള്ളൊരു നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും.
ഓക്കെ, 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യൻ്റ് എന്താണ് വരിക? 2 എന്നാണ് വരിക അല്ലേ? റിമൈൻഡർ എന്താണ് വരിക? റിമൈൻഡർ നമുക്കപ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതിനെ നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതാറ്? 7 = 3 × 2 + 1. ഇങ്ങനെ നമ്മളെല്ലാവരും എഴുതാറുള്ളത് തന്നെയാണ്. അതായത് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് ഇവിടുത്തെ ഡിവൈസർ. ഓക്കെ, ഇത് ഡിവിഡൻ്റ് ആണ്, ഇത് ഡിവൈസറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ റിമൈൻഡർ ആണ് 1 എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നതെന്നുള്ളതിന് പ്രൂഫാണ്. ഇങ്ങനെ എഴുതുന്നതിനുള്ള പ്രൂഫല്ല, ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ ക്യൂവും ആറും ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്യൂ എന്നുള്ളൊരു നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആർ എന്നുള്ളൊരു നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതെല്ലാം യുണീക്കാണ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് 2 പാർട്ടാണുള്ളത്. ഒരു എക്സിസ്റ്റൻസ് പാർട്ടും വരുന്നുണ്ട്, ഒരു യുണീക്ക്നെസ് പാർട്ടും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സിസ്റ്റൻസ് പാർട്ടാണ്. ഈ തിയറത്തിൻ്റെ എക്സിസ്റ്റൻസ് പാർട്ടാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എസ് എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. എസ് എന്നുള്ളൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ മൈനസ് ബി എൻ വെയർ എൻ ബിലോങ്സ് ടു ഇസഡ് ആൻഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് എസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി എൻ വേർ എൻ ബിലോങ്സ് ടു ഇസഡ് എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇതിൽ നിന്നും ആർ എന്താണ് വരിക? ആറിൻ്റെ കളക്ഷൻ പോലെയാണ് നമ്മൾ ഈ സെറ്റ് എസ് എടുക്കുന്നത്. ആർ എന്താ വരിക? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആണെങ്കിൽ ആർ എന്ത് വരും? എ മൈനസ് ബി ക്യൂ എന്നല്ലേ വരിക? അതേപോലെയുള്ള ഫോമിലുള്ള ടേംസ് ആണ് ഏതിൽ വരുന്നത്? എസ്സിൽ വരുന്നത്. ഇനി എസ്സിൽ വരുന്ന ഈ നമ്പേഴ്സൊക്കെ എന്ത് തരം നമ്പേഴ്സ് ആയിരിക്കും? എൻ എന്നുള്ളത് ഇൻറ്റിജർ ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബി എന്നുള്ളത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞു ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ബി പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു ഇൻറ്റിജർ ആണ് വരിക. എ ഈസ് എനി ഇൻറ്റീജർ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ മൈനസ് ബി എൻ എന്നുള്ളത് എന്തായാലും ഇൻറ്റീജർ ആയിരിക്കും. കൂടാതെ ഇത് 0നേക്കാളും ഗ്രേറ്റർ ആണെന്നായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എസ്സിലുള്ളത് എങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും? ഹോൾ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? 0 ഉണ്ട്, പിന്നെ എല്ലാം ഇൻറ്റീജേഴ്സും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡബ്ല്യു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഹോൾ നമ്പേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ സെറ്റ് കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കിടക്കുമ്പോൾ ഈ എക്ക് എടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ് വരിക? എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ എന്നുള്ളത് ഒന്നുകിൽ എങ്ങനെ വരാം? പോസിറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ എ എന്നുള്ളത് എങ്ങനെ വരാം? നെഗറ്റീവായിട്ട് വരാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കേസും എക്ക് എടുക്കാം, എക്ക് നെഗറ്റീവ് കേസും എടുക്കാം. എക്ക് ബി എനി ഇൻറ്റീജർ എന്നാണ് പറഞ്ഞത്. ബി എപ്പോഴും പോസിറ്റീവേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എ ബി എനി ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും പറയാം, അല്ലെങ്കിൽ എ ലെസ് ദാൻ 0 എന്നും പറയാം. അപ്പോൾ നമ്മൾ കേസ് 1 കൺസിഡർ ചെയ്യാണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് എനെ എ മൈനസ് ബി ഇൻറ്റു 0 എന്ന് എഴുതിക്കൂടെ? കാരണം ബി ഇൻറ്റു 0 0 തന്നെയാണ്. അപ്പോൾ എനെ എ മൈനസ് ബി ഇൻറ്റു 0 എന്ന് എഴുതി. എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ എസ്സിൻ്റെ എലമെൻസിൻ്റെ ഫോം എന്തായിരുന്നു? എ മൈനസ് ബി എൻ ആയിരുന്നു. ഈ ഫോമിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ അപ്പോൾ എ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 0 ആകുമ്പോൾ നമുക്ക് എസ്സിലെ എലമെൻ്റ് ആണ് എഴുതാം. ഓക്കെ, ദിസ് ബിലോങ്സ് ടു എസ്. എസ്സിലെ എലമെൻറ്റിൻ്റെ ഫോമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ബിലോങ്സ് ടു എസ്. അപ്പോൾ എസ് എന്താന്ന് പറയാം? എസ് ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, ഇനി എ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താ സംഭവിക്കണേന്ന് നോക്കാം. എ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം ബി എന്നുള്ളത് എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻറ്റീജറാണ്, അതിൽ തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ബി എന്നുള്ളത് പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്തായാലും 0നേക്കാളും വലുതാണ്. 0നേക്കാളും വലുതായ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1ഓ അതിലധികമോ ആയിരിക്കും. അപ്പോൾ ബി എന്ത് പറയാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയും. ഓക്കെ, ബി എന്നുള്ളത് പോസിറ്റീവ് ഇൻറ്റീജർ ആയതുകൊണ്ട് ബിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്തായാലും 0 വരില്ല, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി ഈ കേസിൽ എ എന്നുള്ളത് ലെസ് ദാൻ 0 ആണ്.
എ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എ എന്താണ് വരിക? ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക. എ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ അതായത് മൈനസ് എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഈ ഇനീക്വാളിറ്റീനെ നമ്മൾ ഈ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക? ബി ഇൻറ്റു മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻറ്റു മൈനസ് എ. നമ്മളെന്താ ചെയ്തത്? ഈ ഇനീക്വാളിറ്റീനെ ഈ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൈനസ് എ എന്നുള്ള പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ഇൻറ്റു മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് 1 ഇൻറ്റു, ഈ 1 കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 1 ഇൻറ്റു മൈനസ് എ. ഓക്കെ, ഇനി ഈ ടേം ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? എ മൈനസ് ബി എ. മൈനസ് എ ഇപ്പുറത്ത് വരുമ്പോൾ എ ആവും, പോസിറ്റീവ് എ ആവും. എ മൈനസ് ബി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് വരുന്നത്? എ മൈനസ് ബി എൻ ഫോമിലാണ്. അത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ഏതിലത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ടൈപ്പ് എലമെൻറ്റ് എസ്സിൽ വരുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് ഈ രണ്ട് കേസിലും എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസിലായാലും എ ലെസ് ദാൻ 0 ആവുന്ന കേസിലായാലും എസ്സിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റിനെ ഈ ഫോമിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആണെന്ന് പറയാം. എസ്സിലെ എലമെൻ്റ് ഉള്ളതുകൊണ്ട് എസ് ഈസ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെൽ ഓർഡറിങ് പ്രിൻസിപ്പൾ യൂസ് ചെയ്തിട്ട് എസ്സിൽ എന്തുണ്ടെന്ന് പറയാൻ പറ്റും? ഒരു ലീസ്റ്റ് എലമെൻറ്റ് 6 ഉണ്ടെന്ന് പറയാൻ പറ്റും. എസ് നോൺ എംപ്റ്റി ആണ്, സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആണ്. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പൾ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ്സിൽ ഒരു ലീസ്റ്റ് എലമെൻറ്റ് 6 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇങ്ങനെ ഒരു 6 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂ. അപ്പോൾ എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ഈ ഫോമിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? ഒരു ആറും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? എ മൈനസ് ബി എ ഫോമിൽ നമുക്ക് എസ്സിലെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ ആറെന്ന് വിളിച്ച്, അതിൽ ലീസ്റ്റ് എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ച്? ആറെന്ന് വിളിച്ച്. ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും എ മൈനസ് ബി എ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ക്യൂവിൽ കാണാൻ പറ്റും. അതായത് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആറിൽ നമുക്കൊരു ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ആറും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ 6 നമ്മൾ എങ്ങനെയാണ് എടുത്തത്? പോസിറ്റീവായിട്ടാണ് വരുന്നത്. കാരണം എന്താ? 6 എന്നുള്ളത് ലീസ്റ്റ് എലമെൻ്റാണ്. എസ്സിലുള്ള എല്ലാ എലമെൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് 6ഉം എന്ത് തന്നെയാണ്? പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 6 ബിയിനേക്കാളും ചെറുതാണെന്നാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ആർ ഈസ് ലെസ് ദാൻ ബി. അതായത് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ ഈ ആറിൻ്റെ വാല്യൂ ബിയിനേക്കാളും ചെറുതാണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് നമുക്ക് കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാം. ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യണം, കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യണം. ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ആർ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആർ മൈനസ് ബിയിൽ ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ആർ കണ്ടുപിടിച്ചിട്ടുണ്ട്, എ മൈനസ് ബി ക്യൂ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ആറിന് പകരം നമുക്ക് എ മൈനസ് ബി ക്യൂ എന്ന് എഴുതാം. മൈനസ് ബി ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആറിന് പകരം എ മൈനസ് ബി ക്യൂ എന്ന് എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ്, ഇതിൽ രണ്ടിലും ബി കോമൺ ആണ്, ബി ഇൻറ്റു മൈനസ് ബി ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ക്യൂ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് ഏത് ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്? എ മൈനസ് ബി എൻ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇതിലത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റാണ്. ഓക്കെ, എസ്സിലെ എലമെൻ്റാണ്. എ മൈനസ് ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോമിലുള്ള എല്ലാ എലമെൻസും എവിടത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻ്റാണ്. എസ്സിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഇത് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ആർ മൈനസ് ബി. അപ്പോൾ ആർ മൈനസ് ബി എന്ന് പറയുന്നത് എവിടത്തെ എലമെൻ്റാണെന്ന് കിട്ടി? എസ്സിലെ എലമെൻ്റാണെന്ന് കിട്ടി. പക്ഷേ നമ്മൾ നേരത്തെ എടുത്തത് എന്തായിരുന്നു? ഈ ആറാണ് എസ്സിലെ ലീസ്റ്റ് എലമെൻ്റ് എന്ന്. ഓക്കെ, ആറാണ് എസ്സിലെ ലീസ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ കിട്ടിയത് എന്താ? ആർ മൈനസ് ബി എന്നുള്ള എലമെൻറ്റും എവിടത്തെ എലമെൻ്റാണ്? എസ്സിലെ എലമെൻറ്റ്. അത് പോസിബിൾ ആണോ? ആറാണ് ലീസ്റ്റ് എലമെൻ്റ് എങ്കിൽ ആറിനേക്കാളും ചെറിയൊരു എലമെൻറ്റ് എസ്സിൽ വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അത് എന്തുകൊണ്ടാണ് ആ കോൺട്രഡിക്ഷൻ കിട്ടിയത്? നമ്മളിവിടെ അസ്യൂം ചെയ്തത് തെറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അസംഷൻ റോങ് ആണ്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ല, ആർ ലെസ് ദാൻ ബി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് യുണീക്ക്നെസ് പാർട്ടാണ്. യുണീക്ക്നെസ് പാർട്ട്. ഓക്കെ,
ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? യുണീക്ക്നെസ് പാർട്ടാണ്. അപ്പോൾ യുണീക്ക്നെസ് പാർട്ടിൽ എന്താ പറയണത്? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആറിൽ ഈ ക്യൂവും ആറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുക. അപ്പോൾ യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് യുണീക്ക് അല്ല എന്ന് അസ്യൂം ചെയ്യണം. അതായത് ഈ ക്യൂവും ആറും യുണീക്ക് അല്ല. അതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു ഒരു ബി ക്യൂ പ്ലസ് ആർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇതേപോലെ വേറൊന്നും കൂടിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എ ഈക്വൽ ടു ബി ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ്, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഡാഷ് ലെസ് ദാൻ ബി. അതായത് എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയ കോഷ്യൻ്റ് ക്യൂവും ഇവിടെ കിട്ടിയ കോഷ്യൻ്റ് ക്യൂ ഡാഷുമാണ്. ഇവിടെ കിട്ടിയ റിമൈൻഡർ ആറും ഇവിടെ കിട്ടിയ റിമൈൻഡർ ആർ ഡാഷുമാണ്. ഇത് യുണീക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്നും ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇപ്പോഴത്തെ അസംഷൻ അനുസരിച്ച് ക്യൂ എന്നുള്ളത് ഒരിക്കലും എന്തല്ല? ക്യൂ ഡാഷ് അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എന്തായാലും ഈക്വൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വലുതായിരിക്കും. അപ്പോൾ ഇതാണ് വലുതെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണെന്ന് അസ്യൂം ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? എ മൈനസ് എ 0, ബി ക്യൂ ഡാഷ് മൈനസ് ബി ക്യൂ. അപ്പോൾ എന്താ വരിക? ബി ഇൻറ്റു ക്യൂ ഡാഷ് മൈനസ് ക്യൂ പ്ലസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആർ ഡാഷ് മൈനസ് ആർ. ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ടേം ഇവിടെ വരുമ്പോൾ ആർ ഡാഷ് മൈനസ് ആർ ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ബി ഇൻറ്റു ക്യൂ ഡാഷ് മൈനസ് ക്യൂ എന്ന് വരും. ഈക്വൽ ടു മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ്. അതായത് ആർ ഡാഷ് മൈനസ് ആർ ഇസ് ഈക്വൽ ടു വാട്ട്? ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് നമുക്ക് കിട്ടും. ഇനി ക്യൂവും ക്യൂ ഡാഷും ഈക്വൽ അല്ല. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ? ക്യൂ വലുതാണെന്നാണ് അസ്യൂം ചെയ്തത്. ക്യൂ വലുതാണെങ്കിൽ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ക്യൂ വലുതായതുകൊണ്ട് ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ബി ഓൾറെഡി ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആർ ഡാഷ് മൈനസ് ആർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് പറയും. ഓക്കെ, ആർ ഡാഷ് മൈനസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം ആർ ഡാഷ് എന്നുള്ളത് ലെസ് ദാൻ ബി. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ആർ ഡാഷ് ഈസ് ലെസ് ദാൻ ബി, ആർ ഈസ് ലെസ് ദാൻ ബി എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷും ലെസ് ദാൻ ബി ആണ്, ആറും ലെസ് ദാൻ ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഡാഷ് മൈനസ് ആർ ലെസ് ദാൻ ബി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആർ ഡാഷ് മൈനസ് ആർ ഈസ് ലെസ് ദാൻ ബി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ആർ ഡാഷ് മൈനസ് ആർ എന്നുള്ളത് പോസിറ്റീവാണ്, ആർ ഡാഷ് മൈനസ് ആർ എന്നുള്ളത് ലെസ് ദാൻ ബി ആണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ക്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഡാഷ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ക്യൂ വലുതായിരിക്കും അല്ലെങ്കിൽ ക്യൂ ഈക്വൽ ആയിരിക്കും. ഇനി ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആണെങ്കിൽ എന്താ വരിക എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തതിൽ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആണെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് ആണെങ്കിൽ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്താ വരിക? ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് എന്തായാലും ഒന്നോ അതിലധികമോ ആയിരിക്കും. ക്യൂ എന്നുള്ളത് ക്യൂ ഡാഷിനേക്കാളും വലുതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉറപ്പായിട്ടും ക്യൂവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്തായാലും ഇൻറ്റിജേഴ്സ് ആണല്ലോ, ഇത് ഈക്വൽ അല്ലല്ലോ. ഈക്വൽ അല്ലാത്തതുകൊണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും 1ഓ അതിലധികമോ ആയിരിക്കും. അപ്പോൾ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് സൈഡിലും ബി എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. രണ്ട് സൈഡിലും ബി എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതെന്താ? ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഡാഷ് മൈനസ് ആർ ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ആർ ഡാഷ് മൈനസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ശരിക്കും ആർ ഡാഷ് മൈനസ് ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ആർ ഡാഷ് മൈനസ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഇതൊരു കോൺട്രഡിക്ഷനാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് എന്ന് എടുത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ക്യൂ ഗ്രേറ്റർ ദാൻ ക്യൂ ഡാഷ് സംഭവിക്കില്ല. പിന്നെ അപ്പോൾ എന്താണ് പോസിബിലിറ്റി? ക്യൂ എന്നുള്ളത് ഈക്വൽ ടു ക്യൂ ഡാഷ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു പോസിബിലിറ്റി. ക്യൂ എന്നുള്ളത് ക്യൂ ഡാഷിനോട് ഈക്വൽ ആവാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഡാഷ്. ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ക്യൂവും ക്യൂ ഡാഷും ഈക്വലായി. ക്യൂവും ക്യൂ ഡാഷും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ
ഇതിൻ്റെ മീനിങ് എന്താ? ക്യൂവും ക്യൂ ഡാഷും ഈക്വലായി. അപ്പോൾ പിന്നെ ആറും ആർ ഡാഷും ഒരിക്കലും എന്താ വലിയ വ്യത്യസ്തമാവില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും? ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യൂ ഈക്വൽ ടു ക്യൂ ഡാഷ് ആണെങ്കിൽ നമുക്ക് ആർ ഈക്വൽ ടു ആർ ഡാഷ് എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് അത് യുണീക്ക് ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ വെൻ 207 ഈസ് ഡിവൈഡഡ് ബൈ 15. Second question, minus 23 is negative 23 is divided by 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്താ പഠിച്ചത്? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ഇവിടെ ആർ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആണ്. കൂടാതെ ബി പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതേപോലെ നമുക്ക് 207നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ 15 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 207 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വോഷ്യൻ്റ് എന്ന് പറയുന്നത് 13 ആയിരിക്കും. ഓക്കെ, പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വോഷ്യൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 13 എന്നും റിമൈൻഡറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 12 എന്നും ആയിരിക്കും. 207നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 × 13 + 12 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ -23, അതായത് -23നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? 5 എന്നുള്ളൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം 5 × 4 20 ആണെന്നറിയാം. അപ്പോൾ -20 ആവാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ -3 അല്ലെങ്കിൽ +-3 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ പക്ഷേ എന്താ ഒരു വ്യത്യാസം? ഇവിടെ എയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? -23 ആണ്. ബിയുടെ വാല്യൂ എന്താ കിട്ടിയത്? 5 ആണ്. ഇനി ക്യൂവും ആറും കാണും. ഇത് എഴുതിയത് കറക്റ്റാണ്. -20 + -3 = -23. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കണ്ടീഷൻ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ആർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർ എന്താ കിട്ടിയത്? നമുക്ക് -3 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയത് ശരിയല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത ഫോമിലേക്ക് പോകേണ്ടി വരും. അതായത് 5 × -5 എന്ന് നമുക്ക് എഴുതിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ -25 ആയി. ഈ -23 ആവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ +2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ എന്തായി? പോസിറ്റീവായി. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബിയിനേക്കാളും ചെറുതാണ് ആർ. ബി എന്ന് പറയുന്നത് 5 ആണ്, 2 എന്ന് പറയുന്നതാണ് 6, ഇതിനേക്കാളും ചെറുതാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ ക്യൂയുടെ വാല്യൂ എന്ത് കിട്ടി? -5 എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് റോങ് ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഡൈവ് ആൻഡ് മോഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റിനെയാണ് നമ്മൾ എ ഡൈവ് ബി എന്ന് പറയാം. എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷ്യൻറ്റ് വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ ബി. എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? എ ഡൈവ് ബി. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എ ഡൈവ് ബി എന്നാണ്. ഓക്കെ, എ ഡൈവ് ബി എന്ന് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിന് എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റിനെയാണ് എ ഡൈവ് ബി എന്ന് പറയുന്നത്. അതുപോലെ എ മോഡ് ബി എന്ന് പറഞ്ഞാൽ എയിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ എ മോഡ് ബി എന്ന് പറയും. ഓക്കെ, എ മോഡ് ബി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ആണ്. എ മോഡ് ബി എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആണ്. ഓക്കെ, അപ്പോൾ മുൻപിലത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് എഴുതാം? വെൻ 207 ഈസ് ഡിവൈഡഡ് ബൈ 15 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 207 ഈസ് ഡിവൈഡഡ് ബൈ 15 വി ഗെറ്റ് കോഷ്യൻറ്റ് എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? 13 എന്നാണ് എഴുതേണ്ടത്. നമുക്ക് കോഷ്യൻ്റ് കിട്ടിയത് 13 ആയിരുന്നു. അതുപോലെ 207 മോഡ് 15 എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് കിട്ടിയ റിമൈൻഡർ 12 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഡൈവ് എന്ന് പറയുന്നത് കോഷ്യൻ്റ് ആണ് എഴുതേണ്ടത്. മോഡ് എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആണ് എഴുതേണ്ടത്.